കുറച്ച് മൈസൂർ പഴം ഉണ്ടായ വക ഞാൻ ഒരു പുളിവാരിൽ നിന്ന് തലശ്ശേരി ഐറ്റമാണ്. പിന്നെ കുറേ ആൾക്കെല്ലാം അറിയാതിരിക്കും. അത് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മൈസൂർ പഴമാണ് ആവശ്യം. അപ്പോൾ നമ്മൾ വീട്ടിൽ വാഴയൊന്ന് കൊല കൊത്തിയതാണ്, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ വിചാരിച്ച് കുട്ടികൾക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുളിവാരലുണ്ടാക്കുന്നതാണ്. അതിന് ആവശ്യമായിട്ട് കുറച്ച് മൈസൂർ പഴം, പിന്നെ കുറച്ച് മൈദ, പിന്നെ ശർക്കര പാനി, കുറച്ച് റവ, ഒരു 3-4 ഏലക്കായ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓയിൽ വേണം. അത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇതൊരു മിക്സിൻ്റെ ജാറിടുക, കുറച്ച് ശർക്കര പാനി ഇതിനകത്ത് ഒഴിക്കുക, കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഏലക്കായ ഇതിനകത്ത് മിക്സ് ചെയ്തു, എന്നിട്ടാണ് മിക്സിയിൽ അടിച്ചത്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു. ശർക്കര പാനി വെച്ചു, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടിച്ചെടുത്ത മൈദ ചേർക്കുന്നുണ്ട്. മൈദ, കുറച്ച് റവ, കുറച്ച് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു ഈ മാവ് ഒരു ഓയിലിൻ്റെ കവർ ഇതേപോലെ കീറിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഈ സൈഡിൽ കുറച്ച് കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എണ്ണ ചൂടാക്കി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇടണം. ഇത് തലശ്ശേരിയിലെ പുളിവാരൽ റെഡിയായി. ഇത് വീട്ടിൽ കൂടലിന് പിന്നെ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പൊക്കെ ഓരോ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്. ആൾക്കാർക്ക് ചായ കൊടുക്കാൻ